ദാമോദരാർത്തി ചെയ്യുന്നുണ്ടോ എല്ലാവരും വീട്ടില്? ഉണ്ട് മാതാജി, ചെയ്യുന്നുണ്ട്. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് അധ്യായം പാഠം 7, അധ്യായം 4 ഇന്ന് പഠിക്കുന്നത് ഭക്തിശാസ്ത്രി ക്ലാസ്സിൽ. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ചത്തെ 3-ാമത്തെ അധ്യായത്തിൽ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞു തന്നത്. കർമ്മം ചെയ്ത് എങ്ങനെ അർജുനൻ പറഞ്ഞു കുലക്ഷയം എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ കുലക്ഷയം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുകയും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം, വർണ്ണാശ്രമ ധർമ്മത്തെ പിന്തുടർന്നുകൊണ്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക വഴി അധർമ്മത്തെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ ഉപദേശിച്ചത്. അതുകൂടാതെ കാമം, നമ്മൾ തെറ്റ് ചെയ്യുവാൻ, പാപം ചെയ്യുവാനുള്ള കാരണം കാമമാണ്. രജോ ഗുണത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന കാമമാണ് അതിന് കാരണം എന്നും ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറയുകയുണ്ടായി. ഈ അധ്യായത്തിൽ ജ്ഞാനം, അതാണ് ജ്ഞാനയോഗമാണ് ഈ അധ്യായം. 4-ാമത്തെ അധ്യായം ജ്ഞാനയോഗത്തെ പ്രതിപാദിക്കുന്നു, അതീന്ദ്രിയ ജ്ഞാനം. അപ്പോൾ കർമ്മം ചെയ്ത് നമ്മൾ പരിശുദ്ധമായതിനു ശേഷം ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള അറിവ്, ഭഗവാനും നമ്മൾ ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള അറിവ്, ഭഗവാന്റെ ജന്മം, കർമ്മം മുതലായവ എത്രമാത്രം ദൈവീകമാണ് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ് നമ്മൾ കരസ്ഥമാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതുവഴിയാണ് നമ്മൾ പരിശുദ്ധരായി ഭഗവാന്റെ പരമപദം പോകുവാൻ സാധിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ആ അതീന്ദ്രിയമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആ അറിവിനെയാണ് ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അത് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ സാധാരണ ബുക്കുകളിൽ നിന്നൊന്നും നമുക്ക് ആ അറിവ് ലഭിക്കുകയില്ല. കാരണം ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേരിട്ട് ഭഗവാനിൽ നിന്ന് തന്നെ നമ്മൾ കരസ്ഥമാക്കണം. കാരണം ഭഗവാൻ അദ്ദേഹം ആദിപുരുഷനാണ്. മറ്റുള്ള ദേവന്മാർക്കും ഋഷിമാർക്കും എല്ലാം മുന്നേ ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ശുദ്ധമായിട്ടുള്ള സത്യം ഭഗവാനിൽ നിന്ന് മാത്രമേ നമുക്ക് കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ ആ അറിവ് നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. ആ ആധ്യാത്മികമായിട്ടുള്ള അറിവ് ഭഗവാൻ എങ്ങനെ അവതരിക്കുന്നു, ഭഗവാനും നമ്മൾ ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എല്ലാം ഭഗവാൻ ആ ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ ഭഗവാൻ പറയുന്നത്, ഭഗവാൻ ഇതിനു മുൻപ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് വിവസ്വാൻ എന്നുള്ള സൂര്യദേവന് ഭഗവാൻ ഉപദേശിച്ചിരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. 1-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാൻ ഉവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മതിരിക്ഷ്വാഗവേ ബ്രവീത്. ഭഗവാൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. അപ്പൊ എത്രമാത്രം ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നാണ് ഇത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണം. കാരണം വിവസ്വാൻ
120 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപായിരിക്കണം ഭഗവാൻ വിവസ്വാന് ഈ ഉപദേശം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഇക്ഷ്വാകു രാജാവ് ത്രേതായുഗത്തിലെ രാജാവായിരുന്നു. അപ്പോൾ ആ ത്രേതായുഗം ഇതിൽ ഈ ഭഗവത്ഗീതയിലെ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇക്ഷ്വാകുവിന് ഉപദേശം ചെയ്തത്, അതായത് മനു, ഇക്ഷ്വാകുവിന്റെ പിതാവായിട്ടുള്ള മനു ഇക്ഷ്വാകുവിന് ഉപദേശം ചെയ്തത് 20,50,000 വർഷങ്ങൾക്ക് മുന്നായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ദ്വാപരയുഗത്തിന് മുന്നെയാണ് ത്രേതായുഗം ഉണ്ടായിരുന്നത്. ആ ത്രേതായുഗത്തിലെ രാജാവായിരുന്നു ഇക്ഷ്വാകു. ആ ഇക്ഷ്വാകുവിന് വൈവസ്വത മനു ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ വൈവസ്വത മനുവിന് ഉപദേശിച്ചത് അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള സൂര്യ ഭഗവാനാണ്. അപ്പോൾ അതിനു മുന്നേ മനുവിന്റെ വാഴ്ചക്കാലം 30 കോടി വർഷമായിരിക്കണം. ഭഗവാൻ ഉപദേശം കൊടുത്തത് 4 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ മനുവിന്റെ രാജ്യഭരണകാലം 12 കോടി 4 ലക്ഷം വർഷം കഴിഞ്ഞിരിക്കുന്നു. 30 കോടി വർഷമാണ് ഒരു മനുവിന്റെ ആയുസ്സായിട്ട് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ വിവസ്വാന് ഭഗവാൻ ഉപദേശിച്ചത് 12 കോടി, അതായത് 120 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. വിവസ്വാൻ മനുവിന് ഉപദേശിച്ചത് 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ. മനു അത് കഴിഞ്ഞ് ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു, അത് 20 ലക്ഷത്തി വർഷങ്ങൾക്ക് മുന്നേ. അങ്ങനെ ആ പരമ്പരയോ ഈ രാജർഷിമാർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഭഗവാൻ സൂര്യദേവന് തന്നെ ഇത് ഉപദേശിച്ചു? വേറെ അനേകം ദേവന്മാരില്ലേ? എന്തുകൊണ്ട് സൂര്യദേവന് ഈ ഉപദേശങ്ങൾ ഭഗവാൻ കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം സൂര്യദേവൻ എല്ലാ ഗ്രഹങ്ങളുടെയും അധിപതിയാണ്. നമ്മളെ നിയന്ത്രിക്കുന്ന നവഗ്രഹങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആ നവഗ്രഹങ്ങളുടെ അധിപതിയാണ് സൂര്യദേവൻ. അതുകൊണ്ട് ആ എല്ലാ ഉപദേശങ്ങളും നമ്മൾ കൊടുക്കുന്നത്, ഒരു സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരാൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ കൊടുക്കുന്നു, അത് മറ്റുള്ളവർക്ക് അദ്ദേഹം പകർന്നു കൊടുക്കുന്നു. അതുപോലെ സൂര്യദേവൻ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കും തലവനായതുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന ഉപദേശങ്ങൾ അദ്ദേഹമാൽ മറ്റുള്ളവർക്കും പങ്കുവെക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഭഗവാൻ ആ സൂര്യദേവന് ആ ഉപദേശങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ. സൂര്യദേവനാണ് സൗരഗ്രഹ മണ്ഡലത്തെ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ഗീതാശാസ്ത്രം ഉപദേശിക്കാനായി വിവസ്വാനെ തന്റെ പ്രഥമ ശിഷ്യനായി സ്വീകരിച്ചു. എല്ലാ ഗ്രഹങ്ങളിലെയും ഭരണകർത്താക്കളായ രാജാക്കന്മാർ ഗ്രഹനിവാസികളുടെ സംരക്ഷണത്തിനും അവരെ കാമത്തിൽ നിന്നും ഭൗതിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും ആയിക്കൊണ്ട് ഭഗവത്ഗീതാ ശാസ്ത്രം അറിയേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് സൂര്യ ഭഗവാൻ ഈ ഉപദേശങ്ങൾ നൽകുക വഴി എല്ലാ ഗ്രഹങ്ങളിലെയും അധിപന്മാർക്ക് ഈ ഉപദേശങ്ങൾ എത്തുന്നു. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളിലും ഭഗവാന്റെ നിയമം അനുസരിച്ചുള്ള ഉപദേശങ്ങൾ അനുസരിച്ചുള്ള ഭരണം നടക്കുന്നു. അങ്ങനെ ധർമ്മത്താൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണം എല്ലാ ഗ്രഹങ്ങളിലും നിലനിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. കാരണം ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ ഉപദേശങ്ങളാണ് ധർമ്മം. ആ ധർമ്മം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മറ്റുള്ള എല്ലാ ഗ്രഹനിവാസികളുടെയും കർത്തവ്യം. കാരണം ഇല്ലെങ്കിൽ അധർമ്മം തഴച്ചു വളരുന്നു. ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന ധർമ്മം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും കർത്തവ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓരോ രാജ്യത്തിലും, ഇപ്പോൾ നമ്മുടെ ഭാരതത്തിലും തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല പ്രജകളാണ്. നമുക്ക് സമാധാനവും സന്തോഷത്തോടെയും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഗവൺമെന്റിന്റെ നിയമങ്ങളെ അനുസരിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്, ആ നിയമങ്ങളെ നമ്മൾ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ജനങ്ങൾക്കും ഉപദ്രവം കൊടുക്കുവാനും എല്ലാവരെയും മാനസികമായിട്ട് അശാന്തി വളർത്തുവാനും കൂടാതെ
ഒരു കുറ്റവാളിയായിട്ടും നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറ്റവാളികൾക്ക് അതനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടും വരും. അതുപോലെ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ധർമ്മത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ എല്ലാ ദിക്കിലും സമാധാനവും സന്തോഷവും ശാന്തിയും ഉണ്ടാകുന്നു. ക്രമേണ ഭഗവത് ഭക്തിയിലേക്ക് നമുക്ക് ഉയരുവാനും സാധിക്കും. എന്നാൽ ഭഗവാന്റെ നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ, ഉപദേശങ്ങളെ അനുസരിക്കാതെയുള്ള നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അധർമ്മം തഴച്ചു വളരുന്നു, എല്ലാ ദിക്കിലും അശാന്തി പടരുന്നു. ഭഗവാന്റെ ഭക്തന്മാർക്ക് വരെ അത് ഒരു അശാന്തിക്കുള്ള അവസരമായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ അധർമ്മം തഴച്ചു വളരുമ്പോഴാണ് ഭഗവാൻ അവതരിച്ച് വീണ്ടും ആ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടതിന്റെ ഉപദേശങ്ങളെ ഭഗവാൻ വീണ്ടും ഉപദേശിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ക്രമേണ എങ്ങനെയാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ പിന്നീട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ ഉപദേശങ്ങൾ രാജർഷിമാർ മുഖേന പരമ്പരയാൽ വന്നുകൊണ്ടേയിരുന്നിരുന്നു. പക്ഷേ ക്രമേണ ഭഗവാൻ പറയുന്നത് സകാലേ നേഹ മഹത യോഗോ നഷ്ടഃ പരന്തപ. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ശാസ്ത്രം നഷ്ടപ്രായമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് നഷ്ടപ്രായമാകുന്നത്? ഭഗവാന്റെ ഉപദേശങ്ങൾ പരമ്പരയാൽ വന്നുകൊണ്ടിരുന്നതാണ്. അത് ക്രമേണ അത് നഷ്ടപ്രായമാകുന്നു. കാരണം എന്താണ്? സകാലത്തിന്റെ പ്രഭാവം മൂലമാണ്. കാലം എന്നുള്ളത്, സമയം എന്നുള്ളത് മഹത്താണ് എന്നിവിടെ പ്രഭു പറയുന്നു. സമയം അല്ലെങ്കിൽ കാലം വളരെ ശക്തമാണ്, അത് മാറുന്നു. അപ്പോൾ കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് നമ്മുടെ സമൂഹത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള സിറ്റുവേഷൻസ് അല്ല ഇപ്പോഴുള്ളത്. നമ്മുടെ അമ്മമാർ പറയും അവരുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ കാലത്തിന്റെ പ്രഭാവം അത്രമാത്രം ശക്തമാണ്. യഥാർത്ഥ സ്ഥാനത്തെ അല്ലെങ്കിൽ പദവിയെ, അധികാരത്തെ ഈ കാലം നശിപ്പിക്കുന്നു. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തെ ഇപ്പോൾ നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കുന്നില്ല. കാരണം കാലത്തിന്റെ പ്രഭാവം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ എല്ലാം തന്നെ എടുത്തു മാറ്റുന്നു. നിങ്ങൾ എന്തെങ്കിലും വാങ്ങുക, അത് വളരെ പുതുമയുള്ളതും പുതിയതുമായിരിക്കും. പക്ഷേ കാലം അതിനെ നശിപ്പിക്കും, അത് പഴയതായി മാറും. യഥാസമയം ഒരു സമയത്ത് അത് ഉപയോഗശൂന്യവുമാകുന്നു. അപ്പോൾ കാലത്തിന്റെ, സമയത്തിന്റെ പ്രഭാവം എല്ലാ വസ്തുക്കളിലും എല്ലാത്തിലും പ്രതിഫലിക്കുന്നു. ആ കാലത്തിന്റെ മാറ്റം അനുസരിച്ച്, കാലം പോകുന്നതിനനുസരിച്ച് എല്ലാം ജീർണിച്ചു പോകുന്നു. കാരണം ഭൗതിക പ്രപഞ്ചത്തിന്റെ ഘടന അങ്ങനെയാണ്. ഭൗതിക പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, ഒന്നും ശാശ്വതമായിട്ടില്ല. എല്ലാം കാലത്തിന്റെ പ്രഭാവം മൂലം നഷ്ടപ്പെടണം, ഇല്ലാതാകണം, പെരിഷാകണം എന്നുള്ളത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്. അങ്ങനെയുള്ള ഭൗതിക സമയത്തെ കാലം എന്ന് വിളിക്കുന്നു. ഈ കാലവും കൃഷ്ണന്റെ മറ്റൊരു രൂപമാണ്. 11-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ. ഞാൻ കാലമാണ്, ഈ ലോകത്തിന്റെ നാശത്തിനായിക്കൊണ്ട് രൂപമെടുത്തിരിക്കുന്ന കാലം. അതിനാൽ കാലേ നേഹ മഹത, കാലത്തെ മഹത്തായ എന്ന് വിളിക്കുന്നു. കാരണം ആ കാലത്തെ, സമയത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ആ സമയത്തെ ഇല്ലാതാക്കുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ആ കാലം വളരെ ശക്തമാണ്, അത് സാധാരണ കാര്യമല്ല. മഹത്തായതാണ്. നശിപ്പിക്കലാണ് അതിന്റെ തൊഴിൽ. ആ കാലം ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, സമയം മാറുന്നില്ലെങ്കിലോ, സമയം സ്റ്റാറ്റിക് ആയിട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഏതവസ്ഥയിലുണ്ടോ അതേ അവസ്ഥയിൽ നിൽക്കുന്നു. കാരണം കാലമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പഴയതാകുന്നതെല്ലാം തന്നെ ഇല്ലാതാകുകയുള്ളൂ. കാലം നിന്നുപോയി കഴിഞ്ഞാൽ എല്ലാം അതേപോലെ ഉണ്ടാകും, ഒന്നും നശിച്ചു പോകുകയില്ല. അത് നമുക്ക് തന്നെ വളരെയധികം ഉപദ്രവമാകും. കാരണം കുട്ടികൾ ആരും വലുതാകുകയില്ല, കുട്ടികൾ എപ്പോഴും കുട്ടികളായി തന്നെ നിൽക്കുന്നു. നമ്മൾ വയസ്സായവരായി തന്നെ നിൽക്കുന്നു. അപ്പോൾ കാലം വളരെ അത്യാവശ്യമാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എല്ലാം മുന്നോട്ട് പോകാനായിട്ട് കാലത്തിന്റെ പ്രഭാവം വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട ഉപദേശങ്ങളും
ഭഗവത്ഗീതയുടെ ഉപദേശങ്ങളും ക്രമേണ അതും നശിച്ചുപോയി എന്നാണ് ഭഗവാൻ പറയുന്നത്, കാലത്തിന്റെ പ്രഭാവം മൂലം. 5000 വർഷങ്ങൾക്ക് മുൻപ് ശിഷ്യ പരമ്പര തകർന്നതായി ഭഗവാൻ തന്നെ കണ്ടെത്തി. അതിനാൽ ഗീതയുടെ ഉദ്ദേശം നഷ്ടപ്പെട്ടതായി ഭഗവാൻ പറയുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ ഇക്കാലത്തും ഭഗവത്ഗീതയുടെ നിരവധി പകർപ്പുകളുണ്ട്. എന്നാൽ അവയെല്ലാം ആധികാരികമായ ശിഷ്യ പാരമ്പര്യം അനുസരിച്ചുള്ളതല്ല. അപ്പോൾ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഭഗവത്ഗീത എങ്ങനെയാണ് കാലത്തിന്റെ പ്രഭാവത്താൽ ഇല്ലാതായിപ്പോയി നഷ്ടപ്പെട്ടു പോയത്? കാരണം ആ ശിഷ്യ പരമ്പരയിലൂടെ ഉപദേശങ്ങൾ വരുമ്പോൾ അത് തനതായിട്ടുള്ള ഒരിക്കലും മാറ്റമില്ലാത്ത ഉപദേശങ്ങളായി അടുത്ത തലമുറയിലേക്കും പകർന്നു കൊടുക്കുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഭഗവാന്റെ ഉപദേശങ്ങളെ അതേപടി അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആസുര സ്വഭാവമുള്ള രാജാക്കന്മാരാൽ ഭഗവാന്റെ ഉപദേശങ്ങളെ വളച്ചൊടിക്കുകയും അതിന്റെ ആധികാരികത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം ഭഗവാന്റെ ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ അത് ധർമ്മത്തിന് അധിഷ്ഠിതമാണ്. ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാത്തവർ ആ ഭഗവാന്റെ ഉപദേശങ്ങളെ വളച്ചൊടിക്കുന്നു. അങ്ങനെ ആധികാരികമായിട്ടുള്ള ശിഷ്യ പരമ്പരയിലൂടെ വന്നതല്ലാത്ത ഭഗവത്ഗീത ഉപദേശങ്ങൾ ഒന്നും തന്നെ ശരിയായിട്ടുള്ളതായിരിക്കുകയില്ല. അതിന് ആധികാരികത്വം പറയാനായിട്ട് സാധ്യമല്ല. പരമ്പരാഗതമായ വിധത്തിൽ, അതായത് ശിഷ്യ പരമ്പരയിലൂടെ വന്ന ഇംഗ്ലീഷിലുള്ള ഭഗവത്ഗീതയുടെ ഒരു പതിപ്പിന്റെ വലിയ ആവശ്യമുള്ളതിനാൽ ആ മഹത്തായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഉദ്യമമാണിത്. എന്നത് സർവസമ്മതമാണ്. നമ്മൾ പ്രഭുപാദയുടെ പറയുന്നത് എന്താണ്? പ്രഭുപാദ ഒരു ഭഗവത്ഗീതയ്ക്ക് ഒരു ആ സമയത്ത് അനേകം പേർ എഴുതിയിട്ടുള്ള ഭഗവത്ഗീതയുടെ തർജ്ജമകൾ ഉണ്ടായിരുന്നു. വീണ്ടും പ്രഭുപാദ അത് തന്നെ ആവർത്തിക്കുകയാണ്. പക്ഷേ പ്രഭുപാദ പറയുന്നു, അല്ല, ഞാൻ മറ്റുള്ളവരെ എന്റേതായിട്ടുള്ള ആ വ്യാഖ്യാനം കൊടുക്കുകയല്ല ചെയ്തത് ഭഗവത്ഗീതയ്ക്ക്. പിന്നെയോ ആ ശിഷ്യ പരമ്പരയിലൂടെ വന്ന ആചാര്യന്മാരുടെ ഉപദേശങ്ങളെ കൈക്കൊണ്ടുകൊണ്ട് ഒരു യഥാർത്ഥത്തിലുള്ള ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അതേപോലെയുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു പുസ്തകം ആവശ്യമായിട്ട് വന്നതുകൊണ്ട്, ആധികാരികമായിട്ടുള്ള ഒരു ഒറിജിനൽ പുസ്തകത്തിന്റെ ഉണ്ടായതുകൊണ്ടാണ് പ്രഭുപാദ ആ ഭഗവത്ഗീത യഥാരൂപം എന്നുള്ള ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് തയ്യാറായത്. കാരണം അതുവഴി മാത്രമേ നമുക്ക് ഭഗവാന്റെ ഉപദേശങ്ങളെ സ്വീകരിച്ച് ഭക്തിയിലേക്ക് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലോ സാധാരണ മനുഷ്യർക്ക് 4 വിധത്തിലുള്ള കുറവുകളുണ്ട്. നമുക്കറിയാം ഏതൊക്കെയാണത്. ഒരു മനുഷ്യനായിട്ട് ഭൗതിക പ്രപഞ്ചത്തിലെ ആത്മജ്ഞാനം ലഭിക്കാത്ത, പരിശുദ്ധനാകാത്ത ഒരാളിൽ 4 വിധത്തിലുള്ള കുറവുകൾ കാണപ്പെടുന്നു. എന്തൊക്കെയാണത് അറിയാമോ? തെറ്റ് ചെയ്യാനുള്ള പ്രവണത, ശരി, വഞ്ചിക്കാനുള്ള പ്രവണത, അതെ. പിന്നെ അപൂർണമായ ഇന്ദ്രിയങ്ങൾ, അപൂർണമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, വളരെ കറക്റ്റ്. പിന്നെ നാലാമത്തേത് വ്യാമോഹത്തിൽ പെടുന്നു. ഭൗതികമായിട്ടുള്ള മായയിൽ പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഭൗതികമായ പ്രകൃതിയുടെ മായയിൽ പെടുവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എത്രമാത്രം പരിശീലിച്ചാലും. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് നിരന്തരം ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കണമെന്ന്. കാരണം ഒരു നിമിഷം നമ്മൾ ഭഗവാന്റെ നാമത്തിൽ നിന്ന് നാമം ചൊല്ലാതെ വ്യതിചലിക്കുമ്പോൾ ഉടനടി ആ പ്രകൃതിയുടെ പ്രഭാവം നമ്മിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ, അല്ലെങ്കിൽ ആ വ്യാമോഹത്തിൽ പെടാതിരിക്കാനായിട്ട് നമ്മൾ നിരന്തരം ആ ഭഗവാന്റെ നാമസ്മരണ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ 4 വിധത്തിലുള്ള കുറവുകളുള്ള ഒരു മനുഷ്യൻ ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീതയ്ക്ക് തർജ്ജമ ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ആധികാരികമാകുന്നത്? ഭഗവാന്റെ ഉപദേശങ്ങളെ അതേപടിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാനേ സാധ്യമാകുകയില്ല. അതുകൊണ്ട് പ്രഭുപാദ പറയുന്നു, പ്രഭുപാദ ആ ഭഗവത്ഗീതയ്ക്ക് യഥാരൂപം, ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന് ഹെഡിങ് കൊടുത്തത് അതുകൊണ്ടാണ്. കാരണം അദ്ദേഹം ആ ശിഷ്യ പരമ്പരയിലൂടെ വന്ന ആചാര്യനാണ്. ഒന്നാമത്തെ കാര്യം.
രണ്ടാമതായിട്ട് അദ്ദേഹം റെഫർ ചെയ്തതെല്ലാം തന്നെ ആ ശിഷ്യ പരമ്പരയിലെ മുൻകാലത്തെ ആചാര്യന്മാർ എഴുതിയിട്ടുള്ള ഭഗവത്ഗീത തർജ്ജമ റെഫർ ചെയ്തിട്ടാണ് അദ്ദേഹം അതിനൊരു പതിപ്പുണ്ടാക്കിയത്. മൂന്നാമത്തെ കാര്യം, ഒരു ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കിയ അല്ലെങ്കിൽ ആ ഗുരുവിന്റെ ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി അല്ലെങ്കിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. ഭഗവാന്റെയും ഗുരുവിന്റെയും നിർദ്ദേശപ്രകാരമാണ് പ്രഭുപാദ ഇതെല്ലാം എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒറിജിനൽ ആയിട്ടുള്ള ആ ശിഷ്യ പരമ്പരയിലെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഭഗവത്ഗീത യഥാരൂപം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് നമ്മളെ ആ ഭഗവാന്റെ ശിഷ്യ പരമ്പരയിലേക്ക് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ശിഷ്യ പരമ്പരയിലൂടെ വന്ന ആചാര്യന്മാരാൽ മാത്രമേ നമുക്കും ഭഗവാന്റെ ശിഷ്യ പരമ്പരയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഉള്ളതൊന്നും തന്നെ നമ്മളെ ഭക്തിയിലേക്ക് ഉയർത്തുന്നില്ല. അപ്പോൾ ആ പരമ്പരയുടെ പ്രാധാന്യമാണ് ഭഗവാൻ ഈ 2 ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ രാജർഷയോ വിദുഹോ എന്ന് പറഞ്ഞിരിക്കുന്നു. രാജർഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരാണെങ്കിലും ഋഷിതുല്യമായ ജീവിതം നയിച്ചവരെയാണ് രാജർഷികൾ എന്ന് പറയുന്നത്. അവർക്ക് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് അറിയാമായിരുന്നു. മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ചക്രവർത്തിമാരാണെങ്കിലും ഈ ഭൂമി മുഴുവനും ഭരിച്ചുകൊണ്ടിരുന്നവരാണെങ്കിലും അവരുടെ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ പ്രതിനിധിയാണ് താൻ എന്നുള്ള ഒരു വിവേകം അവരിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ ആ സത്സംഗത്തിലൂടെ ആ മനുഷ്യ ശരീരത്തിന്റെ പ്രയോജനം മനസ്സിലാക്കി ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഭരണമാണ് ആ രാജാക്കന്മാർ, ചക്രവർത്തിമാർ നടത്തിയിരുന്നത്. അതുകൂടാതെ അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ രാജ്യഭരണം ഉപേക്ഷിച്ചിട്ട് ആ ഒരു സന്യാസിയാകുവാനും ഒരു ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് ഇറങ്ങുവാനും റെഡി അവരാരും തന്നെ ആ ഇന്ദ്രിയ സുഖഭോഗത്തിൽ കടിച്ചു തൂങ്ങി ആ ഭരണത്തിലും പദവിയിലും പ്രശസ്തിയിലും കടിച്ചു തൂങ്ങിയിരിക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ട് അവരെ രാജർഷികൾ എന്ന് വിളിച്ചിരുന്നു. അതില് ത്രേതായുഗത്തിലെ ഒരു രാജാവായിരുന്നു ഗട്ടുവാങ്ക എന്നുള്ള ഒരു ചക്രവർത്തി. അദ്ദേഹത്തെ ഇന്ദ്രനും ദേവന്മാരുമെല്ലാം ഒരു തവണ സ്വർഗലോകത്തിൽ അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വിളിച്ചു കൊണ്ടുപോയി. കാരണം ആ ദേവന്മാർ തന്നെ അസുരന്മാരെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് വരുമ്പോൾ അവർ ഭൂമിയിലെ ഏതെങ്കിലും രാജാക്കന്മാരെ, വളരെ ശക്തിയുള്ള രാജാക്കന്മാരെ വിളിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ നമുക്ക് പുരാണങ്ങളിൽ ഒരുപാട് ഇതേപോലെ ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഗഡ്വാങ്ക രാജാവ് അനേകം വർഷം ദേവലോകത്തിൽ അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് അവസാനം അവരെ പരാജയപ്പെടുത്തി ദേവന്മാർക്ക് വിജയം സമ്മാനിച്ചു. അപ്പോൾ ദേവലോകത്തിന്റെയും നമ്മൾ മനുഷ്യലോകത്തിന്റെയും സമയം വ്യത്യാസമുണ്ട്. ദേവലോകത്തിലെ ഒരു ദിവസം നമുക്ക് ഒരു വർഷമാണ്. അപ്പോൾ അങ്ങനെ ഗഡ്വാങ്ക രാജാവ് ആ ദേവലോകത്തിൽ ആ കണക്ക് പ്രകാരം അനേകം വർഷങ്ങൾ അവിടെ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ കണക്ക് പ്രകാരം അനേകം വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് ദേവന്മാർ അദ്ദേഹത്തിനോട് എന്തെങ്കിലും വരം ചോദിക്കാൻ പറഞ്ഞു. കാരണം ദേവന്മാർ നമ്മളെക്കാൾ ശക്തിയുള്ളവരാണ്, അവർക്ക് മനുഷ്യർക്ക് എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കുവാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ രാജാവ് ചോദിച്ചു, എനിക്ക് എത്രമാത്രം ഇനി ആയുസ്സുണ്ട്? കാരണം അദ്ദേഹത്തിന് അറിയാം, തന്റെ ആ വ്യത്യാസം അറിയാം, ദേവലോകത്തെയും മനുഷ്യലോകത്തെയും കണക്ക് സമയം വ്യത്യാസമാണ്. തനിക്ക് തന്റെ ആയുസ് കഴിയാറായെങ്കിൽ എത്രയും പെട്ടെന്ന് ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എനിക്കിനി എത്ര നാൾ ആയുസ് ബാക്കിയുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, ഒരു മുഹൂർത്തം മാത്രമേ ഉള്ളൂ, ഒരു നാഴിക. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് പ്രകാരം 45 മിനിറ്റ് ആണ് ഒരു മുഹൂർത്തം. അപ്പോൾ ഒരു മുഹൂർത്തം മാത്രമേ അദ്ദേഹത്തിന് ആയുസ് ബാക്കിയുള്ളൂ.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് അദ്ദേഹം പറയുന്നു. അങ്ങനെ ദേവന്മാർ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ അതേപോലെ ആ പ്രകാശത്തിന്റെ വേഗതയിലെല്ലാം സഞ്ചരിക്കുന്ന വിമാനങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് തന്നെ അവർ രാജാവിനെ ഭൂമിയിൽ കൊണ്ടുചെന്ന് ഇറക്കുകയും ആ രാജാവ് ഒരേ ഒരു ആ മുഹൂർത്തത്തിൽ തനിക്ക് ബാക്കിയുള്ള സമയത്തിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഏകാഗ്രമാക്കി ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ പരമപദം പോകുകയും ചെയ്തു. അപ്പോൾ ഇത് സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് അവർ രാജർഷികളായിരുന്നു എന്ന്. കാരണം അവർ ആ പരമ്പരയിലൂടെ വന്ന ഉപദേശപ്രകാരം ഒരു ഋഷി തുല്യമായ ജീവിതം നയിക്കുന്നവർ, സദാസമയവും ഭഗവാന്റെ സ്മരണയിൽ ഇരുന്നു കൊണ്ട് ആ ഭഗവാനെ പ്രാപിക്കാനുള്ള പ്രക്രിയകളെല്ലാം കരസ്ഥമാക്കി ഏത് നിമിഷവും ശരീരം ത്യജിച്ചാലും ആ ഭഗവാന്റെ പരമപദ പ്രാപ്തിക്ക് റെഡിയായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. അതായത് കർമ്മയോഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം, നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുകയും അതോടൊപ്പം കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുകയും അതോടൊപ്പം ഭഗവാന്റെ ആരാധനയും നടത്തി ഏത് നിമിഷവും ആ ഭഗവാന്റെ പരമപദ പ്രാപ്തിക്ക് റെഡി ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. അതുകൊണ്ട് അവരെ രാജർഷികൾ എന്ന് വിളിക്കുന്നു. ഋഷിമാർക്ക് രാജാക്കന്മാരാണെങ്കിലും ഋഷി തുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു അവരുടേത്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നു, അങ്ങനെ താൻ സൂര്യ ഭഗവാൻ ഇത് ഉപദേശിച്ചു മുന്നേ. ഇപ്പോൾ അർജുനൻ അത് ഉപദേശിക്കുന്നതിന്റെ കാരണം എന്താണ്? അർജുനൻ ഭഗവാന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ്. ഭഗവാൻ പറയുന്നു, നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഭക്തനായാൽ മാത്രമേ അതീന്ദ്രിയമായിട്ടുള്ള ഉപദേശങ്ങൾ നമുക്ക് കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ട് വിധത്തിലുള്ള മനുഷ്യന്മാരാണുള്ളത്. ദൈവികമായ ഗുണങ്ങൾ ഉള്ളവരും പിന്നെയോ അസുര സ്വഭാവം ഉള്ളവരും. ദൈവികമായ ഗുണങ്ങളുള്ളവരെ ഭക്തന്മാരെന്ന് വിളിക്കുന്നു, അസുര സ്വഭാവമുള്ളവരെ അസുരന്മാരെന്ന് വിളിക്കുന്നു. ദൈവിക സ്വഭാവമുള്ളവർ ഭഗവാന്റെ ഉപദേശങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ ഉപദേശങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അസുര സ്വഭാവമുള്ളവർ, ഭഗവാനെ ധിക്കരിക്കുന്നവർക്ക് ഭഗവാന്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പോൾ അർജുനൻ ഭഗവാന്റെ മിത്രമായിരുന്നു, ഭഗവാന്റെ ഉപദേശങ്ങളെ ശിരസാവഹിക്കുന്ന ഒരു ഭക്തനുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ യോഗ്യതയുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ അർജുനന് അതത്രയ്ക്ക് അർത്ഥമായില്ല എന്ന് വെച്ചാൽ മനസ്സിലായില്ല. കാരണം സൂര്യ ഭഗവാൻ ഏതോ യുഗത്തിലെ ഭഗവാനാണ്, യുഗത്തിലാണ് ജനിച്ചത്. ഭഗവാൻ കൃഷ്ണനാണെങ്കിലോ ഈ ദ്വാപര യുഗത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഭഗവാൻ കൃഷ്ണൻ സൂര്യ ഭഗവാൻ ഉപദേശം കൊടുത്തു എന്ന് പറയുന്നത് അത് ശരിയാണോ? അതെങ്ങനെയാണ് സാധ്യമാകുക? അപ്പോൾ അത് ഭഗവാനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അർജുനൻ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ അർജുനൻ അങ്ങനെ ചോദിച്ചത്? ഹരേ കൃഷ്ണ. അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അർജുനൻ അങ്ങനെ ചോദിച്ചത്? ആൾക്കാരുടെ സംശയം മാറ്റുന്നതിന്. അതെ, കലികാലത്തിൽ വരുന്ന ജനങ്ങൾക്ക് ഇതൊരു സംശയം ഉണ്ടാകരുത്, ഭഗവാനെ അവിശ്വസിക്കാൻ ആരും തയ്യാറാകരുത്. അതിനു വേണ്ടിയിട്ട് ഭഗവാനിൽ നിന്ന് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുവാനായിട്ട് അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ തന്റെ ദിവ്യമായിട്ടുള്ള ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് ഭഗവാനിനെ വിവരിക്കുകയാണ് നമുക്ക്. അതായത് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനമാണ് അത് നമുക്ക് ഇവിടെ ഭൗതികതയിൽ നിന്ന് എവിടെ നിന്നും ലഭിക്കുകയില്ല. ഭഗവാനെ കുറിച്ചുള്ള അറിവ്, ഭഗവാന്റെ അവതാരത്തെ കുറിച്ചുള്ള അറിവ്, ഭഗവാൻ എങ്ങനെ ജന്മം എടുക്കുന്നു, ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നമ്മളെ പോലെ ഭൗതിക ശരീരമല്ല അദ്ദേഹത്തിന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എങ്ങനെ സ്വയം ഇവിടെ പ്രകടമാകുന്നു?
അദ്ദേഹത്തിന്റെ കർമ്മം എങ്ങനെ ദൈവീകമാകുന്നു, ഇതെല്ലാം ഭഗവാൻ ഈ അടുത്ത 2-3 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ജന്മവും കർമ്മവും അദ്ദേഹത്തിന്റെ ദിവ്യമാണ്, ദൈവീകമാണ്. നമ്മളെ പോലെ ഒരു ശരീരബദ്ധനായിട്ടല്ല അദ്ദേഹം ഇവിടെ അവതരിക്കുന്നത്. കാരണം അദ്ദേഹം ആധ്യാത്മികനാണ്, സ്വയമേവ അദ്ദേഹം ആധ്യാത്മികനാണ്. അദ്ദേഹം ഭൗതിക പ്രപഞ്ചത്തിൽ വരുമ്പോഴും ആധ്യാത്മികമായിട്ടുള്ള ആ രൂപത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം വരുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത്, എനിക്ക് മുൻ ജന്മങ്ങളിലെ കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുവാൻ സാധിക്കുന്നു. കാരണം അദ്ദേഹം ഒരിക്കലും ശരീരബദ്ധനാകുന്നില്ല. അതുകൊണ്ട് ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. ബഹൂനി മേ വ്യതീതാനി ജന്മാനി, എനിക്കും നിനക്കും അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ അതെല്ലാം അഹം വേദ സർവാണി, എനിക്ക് അതെല്ലാം ഓർക്കുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിനക്കത് സാധ്യമല്ല. കാരണം എന്താണ്? അർജുനൻ ഭൗതിക ശരീരം സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോ തവണയും നമ്മൾ ശരീരം മാറുന്നതോടുകൂടി നമ്മുടെ മുൻ ജന്മത്തിലെ ഓർമ്മകളെല്ലാം തന്നെ നമ്മൾ മറന്നു പോകുന്നു. കാരണം പുതിയ ശരീരമാണ് ലഭിക്കുന്നത്. ആ പുതിയ ശരീരത്തിൽ പുതിയ ഇന്ദ്രിയങ്ങൾ, ആ പുതിയ ഇന്ദ്രിയങ്ങൾക്ക് പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സിസ്റ്റം ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഏതെല്ലാം ശരീരങ്ങളിൽ ഏതെല്ലാം ജന്മങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കും. അതെല്ലാം നമുക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനേ സാധ്യമാകുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു മറവി ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. പുതിയ ശരീരം സ്വീകരിക്കുന്നതോടുകൂടി പഴയതെല്ലാം നാം മറന്നു പോകും. പക്ഷേ ഗർഭാശയത്തിൽ ഇരിക്കുന്ന ഭ്രൂണത്തിന് ഇതെല്ലാം ഓർമ്മ വരുമെന്നാണ് പറയുന്നത്. ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലും ഗരുഡ പുരാണത്തിലും ഭഗവാൻ ഈ കാര്യം പറയുന്നുണ്ട്. 3-ാമത്തെ സ്കന്ധത്തിൽ ദേവഹൂതിക്ക് അവരുടെ മകനായിട്ടുള്ള കപില മഹർഷി ഇത് ഉപദേശിക്കുന്നു. എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നു, ആ ഭ്രൂണത്തിൽ ആ ജീവാത്മാവ് ആ ഗർഭാശയത്തിനുള്ളിൽ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ഭ്രൂണം അതിനുള്ളിൽ ഇരിക്കുന്നത്. ചുറ്റുപാടും നിന്ന് അമ്മയുടെ വയറ്റിലുള്ള അണുക്കളെല്ലാം തന്നെ ആ ശിശുവിനെ ആ ശരീരം കടിച്ചുകൊണ്ടേയിരിക്കും. വളരെയധികം വേദനയെടുക്കും. പിന്നെ അമ്മ കഴിക്കുന്ന ആഹാരം, ചിലപ്പോൾ അമ്മയ്ക്ക് വളരെയധികം എരിവും പുളിയും ഇഷ്ടമുള്ള അമ്മയാണെങ്കിൽ അങ്ങനെയുള്ള പദാർത്ഥങ്ങളാണ് കഴിക്കുക. അത് ഈ കുഞ്ഞിന്റെ ശരീരം വളരെയധികം മൃദുവായിരിക്കും ആ സമയത്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കുഞ്ഞിന് ആ ആഹാരം വളരെയധികം എരിവും പുളിയും എല്ലാമുള്ള ആഹാരം വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അതിന് വളരെയധികം അത് പ്രയാസം കൊടുക്കുന്നു. അങ്ങനെ അതുകൂടാതെ അനങ്ങാൻ പോലും പറ്റാതെ സാധിക്കാതെയാണ് ആ വയറ്റിനുള്ളിൽ ആ കുഞ്ഞ് കഴിയുന്നത്. ആ സമയത്ത് ആ ജീവാത്മാവ് തന്റെ പഴയ ജന്മങ്ങളെ കുറിച്ചെല്ലാം അതിന് ഓർമ്മ വരുമെന്നാണ് പറയുന്നത്. മുൻ ജന്മങ്ങളിൽ താൻ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും, താൻ എന്ന് പറയുമ്പോൾ താൻ എടുത്തിരുന്ന ശരീരങ്ങൾ ചെയ്തിട്ടുള്ള, ഓരോ ശരീരത്തിലും ചെയ്തിട്ടുള്ള ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ആ കുഞ്ഞിനെ ഓർമ്മ വരും. ആ കുഞ്ഞ് വിചാരിക്കും അത്രേ, ഞാൻ ഭഗവാനെ മറന്ന് എത്രമാത്രം തെറ്റുകളാണ് ചെയ്തത്, അതുകൊണ്ടാണ് എനിക്കിനിയും ഒരു ജന്മം കിട്ടിയതും ഇതേപോലെ എന്തുമാത്രം സഹിക്കേണ്ടി വരുന്നതും. അപ്പോൾ ആ തന്റെ മുൻ ജന്മത്തിലെ പാപകർമ്മ പ്രകാരം ഇനിയും തനിക്ക് എന്തെല്ലാം സഹിക്കാനുണ്ട് എന്ന് ഓർത്തുകൊണ്ട് പേടിച്ച് ആ കുഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുമത്രേ. അതായത്, ഞാൻ ഒരിക്കലും ഇനി അങ്ങയെ വിട്ടു പോകുകയില്ല, സദാസമയവും അങ്ങയുടെ ഓർമ്മയിൽ അങ്ങയെ നാമജപം ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ആക്കണം എന്ന് ആ കുഞ്ഞ് പ്രാർത്ഥിക്കും ഭഗവാനോട്. പക്ഷെ പുറത്തേക്ക് വരുന്ന നിമിഷം തന്നെ, ഈ ഭൗതിക പ്രപഞ്ചവുമായിട്ട് കോണ്ടാക്ട് വരുന്ന നിമിഷം തന്നെ തന്റെ ഭൂതകാലത്തെ കുറിച്ചും ഭഗവാനെ കുറിച്ചും എല്ലാം തന്നെ ആ കുഞ്ഞ് മറന്നു പോകും. ആ ഒരേ ഒരു നിമിഷം ആ കുഞ്ഞ് ഭൗതികമായിട്ട് ബന്ധത്തിൽ വരുന്ന ഉടനെ തന്നെ പൂർണ്ണമായിട്ടും അജ്ഞാനത്തിലേക്ക് തള്ളപ്പെടുന്നു. താൻ വിചാരിച്ചിരുന്നത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇനിയുള്ള കാലം മുഴുവനും കഴിക്കുമെന്ന്. പക്ഷെ മായയ്ക്ക് അടിമപ്പെടുകയായി കുഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ മുൻ ജന്മത്തെ കുറിച്ചെല്ലാം മറന്നു പോകുന്നു.
ഭൗതിക ശരീരവും ഭൗതികവുമായിട്ട് ബന്ധനത്തിലും വരുമ്പോൾ എല്ലാം നമ്മൾ മറന്നു പോകുന്നു. പക്ഷേ ഭഗവാന്റേത് ആധ്യാത്മികമായ ശരീരമാണ്. അദ്ദേഹം ആധ്യാത്മിക ശരീരത്തിലാണ് ജന്മം എടുക്കുന്നതും എന്ന് പറഞ്ഞാൽ അവതാരം എടുക്കുന്നതും. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം ഓർമ്മിക്കാൻ കഴിയും. നമുക്കത് സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഭഗവാൻ അനേകം ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവചാർജുന. അർജുനനും ഭഗവാൻ ഓരോ തവണയും അവതാരം എടുക്കുമ്പോഴും ഭഗവാന്റെ ഭക്തന്മാരും അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തോടൊപ്പം ജന്മം എടുക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നിനക്കും എനിക്കും അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് അദ്വൈതം, അച്യുതം, അനാദി, അനന്തരൂപനാണ് ഭഗവാൻ. അനേകം രൂപങ്ങൾ, ഓരോ അവതാരത്തിലും ഭഗവാൻ പല തരത്തിലുള്ള ആകൃതികളിൽ, പല രൂപങ്ങളിൽ, പല ശരീരങ്ങളായിട്ട് ഭഗവാൻ പ്രത്യക്ഷനാകുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ആധ്യാത്മികത്വം, അദ്ദേഹം ഏതു രൂപം എടുത്താലും എല്ലാത്തിലും അദ്ദേഹം ഭഗവാനായി തന്നെ, അദ്വൈതനായി തന്നെയാണ് പ്രകടമാകുന്നത്. അദ്ദേഹത്തിന്റെ രൂപത്തിനോ ഗുണത്തിനോ ശക്തിക്കോ ഒന്നും തന്നെ വ്യത്യാസം വരുന്നില്ല. സത്തയിൽ മാറ്റമില്ലാതെ തന്നെ നിറം മാറുന്ന വൈഡൂര്യ കല്ല് പോലെയാണ് ഭഗവാൻ എന്നാണ് പ്രഭുപാദ കൊടുത്തിരിക്കുന്നത്. ഈ രൂപാന്തരങ്ങളെല്ലാം ഭഗവാന്റെ തികഞ്ഞ ശുദ്ധഭക്തർക്ക് ഗ്രാഹ്യമാണ്. അതാണ് മനസ്സിലാക്കേണ്ടതുള്ളത്. അതായത് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടാകുന്നു. അതുപോലെ ഭഗവാന്റെ സന്തത സഹചാരികളാണ് അർജുനനെ പോലുള്ള ഭക്തന്മാർ. ഭഗവാന്റെ അവതാര കാലത്ത് പല രൂപങ്ങളിലും ഭഗവത് സേവനം നിർവഹിക്കാനായി ഇങ്ങനെയുള്ള ഭക്തന്മാരും ഭഗവാനോടൊപ്പം അവതരിക്കുന്നു. പക്ഷേ അവർ ജീവാത്മാക്കളായതുകൊണ്ട് അവരുടെ ശക്തി ഭഗവാനെ പോലെ അനന്തമല്ല. നമ്മൾ ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ശക്തി അണുമാത്രയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രൂപം, നമ്മുടെ ശരീരം മാറുന്നതോടുകൂടി നമ്മളെല്ലാം മറന്നു പോകുന്നു. പക്ഷേ ഭഗവാന്റേത് അനന്തമായിട്ടുള്ള ശക്തി ആയതുകൊണ്ട് ഭഗവാന് ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. ശരീരം മാറുന്നതോടുകൂടി ജീവാത്മാവിനെ മുൻ ജന്മസ്മരണകൾ നഷ്ടപ്പെടുന്നു. എന്നാൽ ഭഗവാൻ തന്റെ സച്ചിദാനന്ദ രൂപം ഒരിക്കലും മാറ്റാത്തത് കൊണ്ട് അദ്ദേഹം എല്ലാം ഓർക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭഗവാന്റെ അവതാര സമയത്ത് വസുദേവരും ദേവകിയും ഭഗവാനെ കാണുന്നു, ഭഗവാനെ നമസ്കരിക്കുന്നു. അപ്പോൾ ഭഗവാൻ അവർക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 3 ജന്മങ്ങളിലായിട്ട് എന്റെ അച്ഛനമ്മമാരായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഭഗവാൻ അവരെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഭഗവാനെ തങ്ങളുടെ മകനായിട്ട് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് 3 ജന്മങ്ങളിലായിട്ട് ഭഗവാൻ അവരുടെ മകനായിട്ട് വന്നത്. സത്യയുഗത്തിൽ അവർ സുതപ പിന്നെ പൃഷ്ണി എന്നുള്ള ഭാര്യയും ഭർത്താവുമായിട്ടാണ് അവർ ജനിച്ചത്. അവർ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം അവർ അനേകം വർഷങ്ങൾ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ഭഗവാൻ അവരോട് വരം ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അങ്ങയെ പോലെ തന്നെയുള്ള ഒരു മകനെ ഞങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ പോലെ വേറൊരാളില്ല, എനിക്ക് തുല്യനായിട്ടോ എന്നെക്കാൾ ശ്രേഷ്ഠനായിട്ടോ ആരും തന്നെയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ മകനായിട്ട് വരാമെന്ന് അദ്ദേഹം വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ സത്യയുഗത്തിൽ അദ്ദേഹം കൃഷ്ണിയുടെ മകനായിട്ട് കൃഷ്ണിഗർഭൻ എന്നുള്ള പേരിൽ അദ്ദേഹം അവതരിക്കുന്നു. പിന്നീട് അടുത്ത ജന്മത്തിൽ ഈ കൃഷ്ണിയും സുതപയും കശ്യപ മഹർഷിയും അതിഥിയുമായിട്ട് ജന്മമെടുക്കുന്നു. അവരുടെ മകനായിട്ട് വാമനനായിട്ട് ഭഗവാൻ ജന്മമെടുക്കുന്നു. മൂന്നാമത് ഇവരുടെ വസുദേവരും ദേവകിയുമായിട്ട് അവർ ദ്വാപര യുഗത്തിൽ ജന്മമെടുക്കുന്നു. അവരുടെ മകൻ കൃഷ്ണനായിട്ട് ഭഗവാൻ വീണ്ടും അവതരിക്കുന്നു. അപ്പോൾ ഈ ജന്മത്തോടുകൂടി അവരുടെ ജന്മം കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അവരെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ അങ്ങനെയുള്ള ജന്മവും കർമ്മവും എല്ലാം തന്നെ ദിവ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രഭുപാദ ചോദിക്കുന്നു, അദ്ദേഹം ഭഗവാനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മവും കർമ്മവും എല്ലാം ദിവ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം ഓർക്കാൻ സാധിക്കുന്നു.
അത് ഓർക്കാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹവും നമ്മൾ ജീവാത്മാക്കളും തമ്മിൽ വ്യത്യാസം എന്താണ്? ഭഗവാൻ എങ്ങനെയാണ് മറക്കുക? മറന്നാൽ നിങ്ങൾ ഭഗവാനല്ല. അപ്പോൾ ഭഗവാനും നമ്മളെ പോലെ ഒരു ജീവാത്മാവാണെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകില്ല. ഭഗവാനും നമ്മളും തമ്മിൽ വ്യത്യാസം വേണ്ടേ? എങ്കിൽ മാത്രമേ അദ്ദേഹം ഭഗവാനാകുന്നുള്ളൂ. അതുകൊണ്ട് അപ്പോൾ തന്നെ മറ്റൊരു വാദവുമില്ല. ഭഗവാൻ ഒന്നും വിസ്മരിക്കില്ല. ഭഗവാൻ എപ്പോഴും എല്ലാം അദ്ദേഹത്തിന് ഓർക്കുവാൻ സാധിക്കുന്നു. എന്നാൽ മായാവാദി തത്വചിന്തകർ പറയുന്നത് നമ്മളും ഭഗവാനാണ് എന്ന്. അതായത് ഈ മനുഷ്യ ശരീരം നമ്മൾ വെടിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഭഗവാനായിട്ട് മാറുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിനെ അവർ പറയുന്നത് ഞാനും ബ്രഹ്മൻ തന്നെ, അതായത് ഭഗവാൻ തന്നെ എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമായിട്ടുള്ള ആധ്യാത്മികനായിട്ടുള്ള ജീവാത്മാവാണ് ഞാൻ, അതാണ് ബ്രഹ്മൻ എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്നതിനെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. പക്ഷെ അവർ പറയുന്നു ഞാനും ഭഗവാനാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? മായാവാദി തത്വചിന്തകൻ പറയുന്നു ഞാൻ ഭഗവാനാണ്, ഇപ്പോൾ ഞാൻ മായയുടെ ഭ്രമത്തിലാണ്, ഞാൻ എന്നെ തന്നെ മറന്നു, ഞാൻ ദൈവമാണ് എന്ന ധ്യാനത്താൽ ഞാൻ ദൈവമായിട്ട് മാറും. ഇതെല്ലാം അസംബന്ധമാണ് എന്ന് പ്രഭുപാദ പറയുന്നു. ഭഗവാനാണെങ്കിൽ അദ്ദേഹം എപ്പോഴും ഭഗവാനാണ്. അദ്ദേഹം എങ്ങനെ മായയുടെ പിടിയിൽപ്പെടുന്നു? 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ദേവി ഏഷ ഗുണമയി മമ മായാ ദുരത്യയ, എന്റെയാണ് ശക്തി, മായാശക്തി എന്റെ ശക്തിയാണ്. അതിനെ മറികടക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് ശരണാഗതരാകണം എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഒരു ജീവാത്മാവ് മായയ്ക്ക് ബദ്ധനാകും, മായയ്ക്ക് വശംവദനാകും. ശരിയാണ്, കാരണം ജീവാത്മാവിന്റെ ശക്തി അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷെ ഭഗവാനാണ്, ഞാൻ ഭഗവാനാണ്, എങ്കിലും ഞാൻ മായയ്ക്ക് അധീനനാകൂ എന്ന് പറയുന്നത് അസംബന്ധമാണ്. നമ്മൾ ജീവാത്മാക്കൾ ആയതുകൊണ്ടാണ് നമ്മൾ മായയ്ക്ക് ബദ്ധനാകുന്നത്. എന്നാൽ ഭഗവാൻ അദ്ദേഹം ആധ്യാത്മികനാണ് പൂർണ്ണമായിട്ടും. അദ്ദേഹം ഒരിക്കലും മായയ്ക്ക് അധീനനാകുന്നില്ല. ഭഗവാൻ ഒരിക്കലും ഒന്നും മറക്കില്ല. അപ്പോൾ മായാവാദി തത്വചിന്തകർ ദൈവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആരെങ്കിലും ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഭഗവാനാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒന്നും മറക്കുകയില്ല. അദ്ദേഹത്തിന് എല്ലാം ദൈവികമായിട്ടാണുള്ളത്. നമ്മൾ ജീവാത്മാക്കളായതുകൊണ്ട് നമ്മുടെ ശക്തി അപൂർണമായതുകൊണ്ട് നമ്മൾ ഭൗതികതയ്ക്ക് അടിമപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ജന്മവും കർമ്മവും എല്ലാം തന്നെ ദിവ്യമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ കർമ്മം എന്താണ്? അദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് അവതരിക്കുന്നു? ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും പിന്നെ അധർമ്മത്തെ ഇല്ലാതാക്കാനും, ധർമ്മത്തിന്റെ നിയമങ്ങൾ സംസ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിർത്തുവാൻ, ആർത്ഥായ ആവശ്യാർത്ഥം, അതായത് അദ്ദേഹം അവതരിക്കുന്നത് യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാ വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം സംസ്ഥാപന ആർത്ഥായ, ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം അവതരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. അദ്ദേഹം ഓരോ തവണയും അവതരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് വരാഹ അവതാരത്തിൽ, വാമന അവതാരത്തിൽ, നരസിംഹ അവതാരത്തിൽ, പരശുരാമ അവതാരത്തിൽ, ശ്രീരാമചന്ദ്രന്റെ അവതാരത്തിൽ, ശ്രീകൃഷ്ണന്റെ അവതാരത്തിൽ, ഓരോ അവതാരത്തിലും അദ്ദേഹം അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് അദ്ദേഹം അവതരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മവും കർമ്മവും അങ്ങനെ അതീന്ദ്രിയമാണ്, ദൈവീകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ അദ്ദേഹം, നമുക്കറിയാം, ഭഗവാൻ കൃഷ്ണന്റെ അവതാര സമയത്ത് അദ്ദേഹം ചതുർഭുജധാരിയായിട്ടുള്ള നാരായണനായിട്ടാണ് അവതരിച്ചത്. പിന്നീട് അവരുടെ വസുദേവരുടെയും ദേവകിയുടെയും നിർദ്ദേശപ്രകാരം, ആവശ്യപ്രകാരം അദ്ദേഹം ഒരു കുഞ്ഞു കൃഷ്ണനായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജന്മവും അവതാരവും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ ജനനത്തിന്റെയും പ്രവർത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എന്റെ ലോകത്തിൽ എത്തുന്നു.
അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള അതീന്ദ്രിയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള അറിവ് നമ്മൾ തത്വത്തിൽ മനസ്സിലാക്കണം. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. തത്വത്തിൽ സത്യമായിട്ട് എന്തെങ്കിലും വളച്ചൊടിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും തെറ്റിദ്ധാരണ പൂർവമല്ല മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ മനസ്സിലാക്കണം. അതായത് ഭഗവാന്റെ തന്നെ ഉപദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ കുറിച്ചുള്ള അറിവ് ഭഗവാൻ എങ്ങനെ തന്നിരിക്കുന്നു അത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും പുനർജന്മം ഉണ്ടാകുന്നില്ല എന്ന് ഭഗവാൻ ഇവിടെ ഉറപ്പു തരുന്നു. അതിനു വേണ്ടിയിട്ട് ഭഗവത്ഗീത വായിച്ച് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. പരംപുരുഷന്റെ പ്രത്യക്ഷീഭാവത്തെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചവർ ഭൗതിക ബന്ധത്തിൽ നിന്ന് വിമുക്തരായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാൽ ഉടനെ അവർക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാം. ഭക്തൻ ഭഗവാന്റെ ശരീരത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അതീന്ദ്രിയ ഭാവം മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം മരണശേഷം കൃഷ്ണലോകം പ്രാപിക്കുന്നു. അങ്ങനെ ഭഗവാന് അനേകം എണ്ണിയാൽ ഒടുങ്ങാത്ത അവതാരങ്ങൾ ഉണ്ട് എന്നും ആ അവതാരങ്ങൾ എല്ലാം തന്നെ അതീന്ദ്രിയമാണ് എന്നും ഭഗവാന് ആ അവതാരങ്ങളുടെ എല്ലാത്തിന്റെയും ഓർമ്മയുണ്ട് എന്നും, എന്നാൽ നമ്മൾ ജീവാത്മാക്കൾ ഭഗവാന്റെ ഒരു ചെറിയ അംശം മാത്രമായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ശക്തി ഇല്ല എന്നും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് നമ്മൾ കരസ്ഥമാക്കുന്നത് നമ്മൾക്ക് പുനർജന്മം ഇല്ലാതിരിക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ആധ്യാത്മിക ജ്ഞാനം നമ്മൾ കരസ്ഥമാക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഇവിടെ 34-ാമത്തെ ശ്ലോകമാണ് ഇനി കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിലുള്ള ശ്ലോകങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് പക്ഷേ 1-2-3 ശ്ലോകങ്ങൾ വായിച്ചിട്ട് 34-ലേക്ക് കടക്കാം. 11-ാമത്തെ ശ്ലോകം. യേ യഥാ മാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. ഏവരും എല്ലാ വിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കണം. കാരണം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഭഗവാന് ശരണാഗതി പ്രാപിക്കുന്നതിനും തുല്യമാണ്. അങ്ങനെ ഭഗവാന് ശരണാഗതി പ്രാപിക്കുന്നതിനനുസരിച്ച് നമ്മൾ എത്രമാത്രം തോതിൽ ഭഗവാനെ ശരണാഗതനാകുന്നു അതിനനുസരിച്ച് ഭഗവാൻ നമുക്ക് പ്രതിഫലം നൽകുന്നത്. നമ്മൾ മനസാ വാച കർമ്മണ ഭഗവാന് സറണ്ടർ ആയി കഴിഞ്ഞാൽ ഭഗവാനും അതേപോലെ പൂർണ്ണമായിട്ട് നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. പക്ഷെ നമുക്കങ്ങനെ ഭൗതികതയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ബന്ധുത്വങ്ങൾ, നമ്മുടെ പദവി, നമ്മുടെ സ്റ്റാറ്റസ് ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഭഗവാന് പൂർണ്ണമായിട്ട് ശരണാഗതരാകുന്നില്ല. നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകും, എന്നാലും ഈ ഭൗതികമായിട്ടുള്ളവയെ ഇല്ല ഒഴിയുവാനായിട്ട് അതിനെ വേണ്ട എന്ന് വെക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരണാഗതി അപൂർണമാകുന്നത്. അപൂർണമായി കഴിഞ്ഞാൽ ഭഗവാനും അത്രമാത്രമേ നമ്മളെ സഹായിക്കുകയുള്ളൂ. പിന്നെ ഭഗവാൻ, ഞാൻ ഇത്രമാത്രം ഭഗവാനെ ഭജിക്കുന്നുണ്ട്, എത്ര നാളായി ഞാൻ നാമം ജപിക്കുന്നു, എന്നിട്ടും ഭഗവാൻ എനിക്ക് ഇങ്ങനെയെല്ലാം കഷ്ടപ്പാടുകൾ തരുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ഭഗവാനെ തന്നെ കുറ്റം പറയുകയും ചെയ്യും. പക്ഷേ ഭഗവാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഭൗതികമായിട്ടുള്ള എല്ലാത്തിനെയും ത്യജിച്ച് എന്നെ മാത്രം ആശ്രയിക്കൂ എന്ന് പറയുന്നു. പക്ഷെ നമുക്കതിന് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതിരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ പൂർണ്ണമായി സംരക്ഷിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ശരണാഗതിക്ക് അനുസരിച്ച് ഭഗവാനും നമുക്ക് പ്രതിഫലം നൽകുന്നു. നമ്മൾ പൂർണ്ണമായിട്ടും ശരണാഗതരായാൽ ഭഗവാനും പൂർണ്ണമായിട്ട് നമ്മളെ സംരക്ഷിക്കും. പക്ഷെ നമ്മുടെ ശരണാഗതി 15% ഉള്ളൂ എന്നുണ്ടെങ്കിൽ 15% ഭഗവാനും നമ്മളെ സഹായിക്കുകയുള്ളൂ. കാരണം ഭഗവാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണാഗതരാകണം. കാരണം ഭഗവാൻ മാത്രമേ നമ്മുടെ ബന്ധുവായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം നമ്മൾ. പക്ഷെ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിലുള്ള നമ്മുടെ ഭർത്താവിനെ, ഭാര്യയെ, കുട്ടികളെ, ബന്ധുമിത്രാദികളെ അവരെയാണ് നമ്മൾ ആദ്യം ആശ്രയിക്കുക. നമ്മൾ വിചാരിക്കും അവരെല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാലും അവരെല്ലാവരും നമുക്ക് സഹായിക്കാൻ ഉണ്ടല്ലോ.
അപ്പോൾ പിന്നെ ഭഗവാൻ എന്തിനു നമ്മളെ സഹായിക്കാൻ വരണം? കാരണം നമുക്ക് വിശ്വാസം ഇവരെയാണ്. അപ്പോൾ ഭഗവാൻ ആവശ്യപ്പെടുന്നത് ശരണാഗതി 100%. എങ്കിൽ ഭഗവാനും 100% നമ്മളെ സംരക്ഷിക്കും. പക്ഷേ ആ ശരീരബോധത്തിൽ നമുക്ക് അത്രമാത്രം ഭഗവാനെ ശരണാഗതരാകുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, ഏ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. എനിക്ക് ഭഗവാനെ പ്രാപിക്കാൻ ഒരാൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് അത്രമാത്രം ഭഗവാനും നമുക്ക് തരികയാണ്. ഏവരും കൃഷ്ണനെ പ്രാപിക്കാനുള്ള തങ്ങളുടെ ആഗ്രഹത്തിന്റെ തോതനുസരിച്ച് സംതൃപ്തി നേടുന്നു. ഒരു ഭക്തൻ കൃഷ്ണനെ ശ്രേഷ്ഠനായ പ്രഭുവായും മറ്റൊരാൾ ആത്മസുഹൃത്തായും വേറൊരാൾ പുത്രൻ എന്ന നിലയിലും ഇനിയൊരാൾ കാമുകനായും കരുതി സ്നേഹിച്ചേക്കാം. താന്താങ്ങളുടെ കൃഷ്ണനോടുള്ള പ്രേമ തീക്ഷ്ണതയ്ക്കനുസരിച്ച് ഈ ഭക്തന്മാർക്കെല്ലാം തുല്യമായി അദ്ദേഹം അഭീഷ്ടസിദ്ധി അരുളും. അപ്പോൾ നമ്മൾ ഭഗവാനെ അതീന്ദ്രിയമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് പല വിധത്തിലും ഭഗവാനെ സേവിക്കാൻ സാധിക്കും. ഭഗവാനെ പുത്രനായിട്ട് നമുക്ക് ലഭിക്കുന്നു സേവിക്കാൻ, നമ്മുടെ സുഹൃത്തായിട്ട് ഭഗവാനെ ലഭിക്കുന്നു, നമ്മുടെ കാമുകനായിട്ട് ലഭിക്കുന്നു, നമ്മുടെ യജമാനനായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഏത് വിധത്തിലാണ് നമ്മൾ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഭഗവാൻ നമ്മുടെ സേവിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. അതേപോലെ മായാവാദികൾക്ക് ഭഗവാനുമായിട്ട് ലയിക്കണമെന്നാണ് ആഗ്രഹം. ശരി, അവരെ ബ്രഹ്മജ്യോതിയിൽ ഭഗവാൻ ലയിപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് ഭഗവാൻ അവർക്കുള്ള ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ചാതുർവർണ്ണ്യം എന്ന് പറയുമ്പോൾ 4 വിധത്തിലുള്ള മനുഷ്യരിലുള്ള വിഭാഗങ്ങൾ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇവരിൽ സത്വഗുണ പ്രധാനികളായതുകൊണ്ട് ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്ന ബുദ്ധിശക്തി കൂടിയവരാണ് ആദ്യത്തെ വിഭാഗം. ക്ഷത്രിയരെന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗക്കാർ രജോ ഗുണ പ്രധാനികളായതുകൊണ്ട് ഭരണാധികാരികളായി. മൂന്നാമത്തേതായ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട വ്യാപാരികൾ രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ സമ്മിശ്രാവസ്ഥയിൽ വർത്തിക്കുന്നു. തമോ ഗുണ പ്രധാനമായ തൊഴിലാളികളാണ് 4ാം വിഭാഗത്തിൽപ്പെട്ട ശൂദ്രർ. ഈ 4 വിഭാഗത്തിൽപ്പെട്ട ചാതുർവർണ്ണ്യങ്ങളെ, മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട 4 വിഭാഗക്കാരെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അവനവന്റെ കർത്തവ്യം ചെയ്ത് ഭഗവാന് ശരണാഗതരായി ഭഗവാന്റെ പരമപദം പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള കർമ്മമാണുള്ളത്. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെയും കർമ്മം ചെയ്യാനുള്ള സ്വഭാവം വ്യത്യാസമുണ്ട്. അവനവന്റെ സ്വഭാവത്തിനും ഗുണത്തിനും അനുസരിച്ച് കർമ്മം ചെയ്ത് പരിശുദ്ധരാകുക. ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ ഗുണത്തിനും സ്വഭാവത്തിനും അനുസരിച്ച് 4 വിഭാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപറഞ്ഞ വർണ്ണവിഭാഗങ്ങൾ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മൃഗപ്രായരായ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും തന്മൂലം അവർക്ക് കൃഷ്ണാവബോധം സിദ്ധിക്കുന്നതിനുമായിട്ടാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ ജന്മനാ ജായതേ ജന്തു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ജനിക്കുന്നത് ജന്തു, അതായത് മൃഗങ്ങളെ പോലുള്ള കോൺഷ്യസ്നെസ്സോട് കൂടിയാണ്, അവബോധത്തോടു കൂടിയാണ്. പിന്നീട് സംസ്കാരമെല്ലാം സിദ്ധിച്ച് നമ്മൾ ജ്ഞാനം പ്രാപ്തമാക്കുന്നതോടുകൂടി നമ്മിൽ ഓരോരോ ഗുണവും സ്വഭാവവും വരികയാണ് ചെയ്യുന്നത്. നമ്മൾ അറിവ് സമ്പാദിക്കുന്നതിനോട് കൂടി ഓരോരുത്തർക്കും ഏതിലാണ് താല്പര്യം എന്ന് മനസ്സിലാക്കി നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുക. അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്ത് ഭഗവാനെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, പരിശുദ്ധരാകുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഈ 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ ഈ കർമ്മങ്ങളൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു. കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് കർമ്മഫലേച്ഛയുമില്ല. എന്നെ കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അതും ഭഗവാന്റെ ദൈവികമായിട്ടുള്ള ഒരു അറിവാണ്, ഭഗവാനെ കുറിച്ചുള്ള അറിവ്. അതായത് ഭഗവാൻ അവതരിക്കുമ്പോഴും പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മങ്ങൾ ഒന്നും തന്നെ ഭഗവാനെ ബാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭഗവാൻ കർമ്മഫലേച്ഛയോട് കൂടിയല്ല കർമ്മം ചെയ്യുന്നത്. അദ്ദേഹം ഒരു ശരീരബോധത്തിലല്ല കർമ്മം ചെയ്യുന്നത്. അദ്ദേഹം എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല കർമ്മം ചെയ്യുന്നത്. അദ്ദേഹം
മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നു. അപ്പോൾ ആധ്യാത്മിക തലത്തിലുള്ള ഭഗവാനെ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും തന്നെ ബാധിക്കുകയില്ല. അത് മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും ആ കർമ്മഫലത്തിന്റെ ഫലം നമ്മളെയും ബാധിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ വിധത്തിലുള്ള ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ആ ഭഗവാനെ കുറിച്ചുള്ള തത്വത്തിലുള്ള ആ ജ്ഞാനം കരസ്ഥമാക്കാനായിട്ട് നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. ആധ്യാത്മിക ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം? അദ്ദേഹവും ആത്മജ്ഞാനം ലഭിച്ച ആളായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആധ്യാത്മിക ഗുരുവിനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അല്ലാതെ ആത്മജ്ഞാനം ലഭിക്കാതെ കുറെ അധികം എന്തൊക്കെയോ വായിച്ചു, അതുകൊണ്ട് കുറെ അധികം പ്രഭാഷണങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള 4 കുറവുകളും ഉള്ള ഒരാളെ നമ്മൾ ഒരിക്കലും ഒരു ഗുരുവായിട്ട് കരുതരുത്. ആ ഗുരുവിനെ നമ്മൾ പരീക്ഷിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ ഭഗവത് ഭക്തനുമാണ്, ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കിയ ആളുമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അദ്ദേഹത്തിന് ശരണാഗതരാകുക. കാരണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്കും ആ ഭഗവാനോടുള്ള ഭക്തിയിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും വഞ്ചിക്കപ്പെടാൻ നമ്മൾ റെഡിയാകരുത് എന്ന് പ്രഭുപാദ എപ്പോഴും പറയും. കാരണം നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ വഞ്ചിക്കാനായിട്ട് ആളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടാൻ തയ്യാറാകരുത്. ഒരു ഗുരുവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാലും അദ്ദേഹത്തെ പരീക്ഷിച്ച് അദ്ദേഹം ശരിയായിട്ടുള്ള ആത്മജ്ഞാനം ലഭിച്ച ആളാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അദ്ദേഹത്തിന് ശരണാഗതരാകണം. അപ്പോൾ അദ്ദേഹത്തിന് ശരണാഗതരായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ സേവിക്കണം. നമ്മൾ സേവിക്കണം, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവം ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ആത്മജ്ഞാനം ലഭിച്ച ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവാനെ കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് പകർന്നു തരാൻ സാധിക്കും. അപ്പോൾ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ കാര്യം എന്താണ്? ആത്മീയ ജ്ഞാനം നമ്മൾ എന്തിന് കരസ്ഥമാക്കണം? അതാണ് ഇനി അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അതായത് ആ ജ്ഞാനം ലഭിക്കുക വഴി, ഭഗവാനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുക വഴി നമ്മൾ സ്വയം പരിശുദ്ധരാകുന്നു. നമ്മളുടെ ജീവാത്മാവിന് തന്റെ ആത്മീയ ജ്ഞാനത്തെ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. ആ അവസ്ഥയിൽ നമ്മൾ മുൻപിൽ ചെയ്തിട്ടുള്ള പാപകർമ്മ ഫലങ്ങളെല്ലാം തന്നെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും. അതാണ് അടുത്ത 3 ശ്ലോകത്തിലായിട്ട് ഭഗവാൻ പറയുന്നത്. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യ ശേഷേണ ദൃശ്യസ്യാത്മന്യഥോ മയി. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്ക് അധീനനാകുന്നില്ല. സർവജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ എന്റേതാണ് എന്നും നിനക്ക് സ്പഷ്ടമാകും. അങ്ങനെ ആത്മജ്ഞാനം ലഭിച്ച ഒരാളുടെ നിർദ്ദേശപ്രകാരം നമ്മളും ജ്ഞാന സമ്പാദനത്തിനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുന്നു, ഭഗവാന് നമ്മളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഭൗതികമായ മായയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കുവാൻ സാധിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റേതാണെന്നും നമ്മൾ എല്ലാവരും ഭഗവാന്റെ അംശമാണെന്നും, നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണെന്നുമുള്ള അറിവ് നമുക്ക് ഉണ്ടാകുന്നു. അങ്ങനെ സമഭാവനയോടുകൂടി ശാന്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച സത്യദർശിയായ ഗുരുവിൽ നിന്ന് അറിവ് നേടുന്നതിന്റെ ഫലം സമസ്ത ഭൂതജാലങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണ് എന്ന ബോധം ഉദിക്കലാണ്. കൃഷ്ണനിൽ നിന്ന് വേർപെട്ട ജീവിത ഭാവനയെ മായ എന്ന് പറയാം. മായ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന അവസ്ഥ, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കുന്ന അവസ്ഥയാണ് മായ. മാ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, യാ എന്ന് പറഞ്ഞാൽ യാതൊന്നും. ഏതൊന്നാണോ ഇല്ലാത്തത്, ശാശ്വതമല്ലാത്തത്, അതാണ് മായ. ശാശ്വതമായിട്ടുള്ളത് ഭഗവാനും നമ്മൾ ജീവാത്മാക്കളും മാത്രമാണ്. പക്ഷേ
ആ ജീവാത്മാവ് ശാശ്വതനായ ഭഗവാനിൽ നിന്ന് വേർപെട്ട് നശ്വരമായിട്ടുള്ള ശാശ്വതമല്ലാത്ത ക്ഷണികമായിട്ടുള്ള ഈ ഭൗതിക പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ മായയ്ക്ക് വ്യാമോഹത്തിൽ പെട്ടുപോകുന്നു. അതാണ് മായ എന്ന് പറയാം. അതാണ് ശരി, അതാണ് സത്യം എന്നുള്ള വ്യാമോഹത്തിൽ ആക്കപ്പെടുന്നു. പക്ഷേ എങ്ങനെ ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിലൂടെ നമ്മൾ ഭഗവാനെ കുറിച്ചും നമ്മളെ കുറിച്ചുമുള്ള സത്യം മനസ്സിലാക്കുന്നുവോ, അപ്പോൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുന്നുവോ, അപ്പോൾ ഈ മായയിൽ നിന്ന് നമുക്ക് മുക്തനാകാം. എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണ് എന്നുള്ള അറിവ് നമുക്ക് കരസ്ഥമാക്കാം. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനാണ് സർവകാരണങ്ങളുടെയും കാരണം. ഇത് ബ്രഹ്മസംഹിതയിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. ലക്ഷക്കണക്കിനുള്ള അവതാരങ്ങൾ ഭഗവാന്റെ വ്യത്യസ്ത രൂപവിസ്തരണങ്ങൾ മാത്രം. അതുപോലെ എല്ലാ ജീവസത്തകളും കൃഷ്ണന്റെ വിസ്തരണങ്ങൾ മാത്രമാണ്. നമ്മൾ എല്ലാവരും വൃക്ഷങ്ങളായിക്കൊള്ളട്ടെ, പറവകളായിക്കൊള്ളട്ടെ, മൃഗങ്ങളായിക്കൊള്ളട്ടെ, ഏത് ജീവജാലങ്ങളാണെങ്കിലും അതിനുള്ളിലുള്ള ജീവാത്മാവ് ഒന്നാണ്. അവയെല്ലാം തന്നെ ഭഗവാന്റെ അംശങ്ങളുമാണ്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സത്യം മനസ്സിലാക്കുക വഴി നമുക്ക് ആരെയും ഉപദ്രവിക്കാൻ തോന്നുകയില്ല. നമ്മൾ എല്ലാവരെയും നമ്മളെ പോലെ തന്നെ ആയിട്ട് നമുക്ക് കരുതുവാനായിട്ട് സാധിക്കുന്നു. അവർ ഏതോ ഒരു പാപകർമ്മത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെ പല രൂപങ്ങളിൽ, പല ശരീരങ്ങളിൽ, പല സ്വഭാവങ്ങളിൽ വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആരെല്ലാം നമ്മളോട് ദേഷ്യപ്പെട്ടാലും നമ്മളെ അപമാനിച്ചാലും അവരുടെ സ്വഭാവമാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള അറിവ് നമ്മിൽ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാവരോടും ക്ഷമിക്കുവാനും സത്വഗുണത്തിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കുവാനും നിലനിൽക്കുവാനും സാധിക്കുന്നു. അതാണ് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിലോ നമ്മൾ ഗുണങ്ങൾ മാറ്റി മാറ്റി ശരീരബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും പുനർജന്മമാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെ ശരിയായിട്ടുള്ള അറിവ്, ജ്ഞാനം നമ്മൾ കരസ്ഥമാക്കണം. പരമാത്മാവായ ശ്രീകൃഷ്ണനാണ് എല്ലാ ജീവസത്തകളുടെയും പരമാശ്രയമെന്നും ആ അഭയകേന്ദ്രം ഉപേക്ഷിച്ച് ഭൗതിക ശക്തിയാൽ വ്യാമോഹിതരായ ജീവസത്തകൾ തങ്ങൾക്ക് തനതായ ഒരു അസ്തിത്വമുണ്ട് എന്ന് കൽപ്പിക്കുകയാണെന്നും അറിയുന്നതാണ് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം. ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കുന്ന അവസ്ഥയിൽ 36-37 ശ്ലോകം പറയുന്നു. അഭിചേതസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജനം സന്തരിഷ്യസി. പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖ സമുദ്രം തരണം ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ പൂർവജന്മങ്ങളിൽ എത്രമാത്രം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ജന്മത്തിൽ ഭഗവാന്റെ ഒരു ഭക്തന്റെ ശിഷ്യനാകുകയും അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം കരസ്ഥമാക്കുകയും ചെയ്താൽ ആ മുൻ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളെ എല്ലാം ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ആ ആത്മീയ ജ്ഞാനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മ ഫലങ്ങളെയും ഭസ്മീകരിക്കുന്നു. അത്രമാത്രം ശക്തിയുണ്ട് ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതിന്. ഭഗവാന്റെ നാമം, രൂപം, ഗുണങ്ങൾ ഇവയൊന്നും തന്നെ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ല. അതുകൊണ്ട് ഭഗവാന്റെ ആ ആധ്യാത്മികനായ ഭഗവാനിലുള്ള എല്ലാ ശക്തിയും ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ, ഭഗവാന് വേണ്ടി സേവകൾ ചെയ്യുമ്പോൾ ആ ശക്തി എല്ലാം തന്നെ നമ്മിലേക്കും പകരുന്നു. അങ്ങനെ നമുക്ക് പരിശുദ്ധരാകുവാൻ സാധിക്കുന്നു. അതുവഴി മുൻ ജന്മങ്ങളിലെ പാപകർമ്മങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുന്നു. എത്ര നിപുണനായ നീന്തൽക്കാരനായാലും ശരി, കടലിൽ ജീവൻ നിലനിർത്താനുള്ള സമരം കടുത്തതാണ്. ആ നീന്തൽക്കാരനെ പിടിച്ചു കയറ്റാൻ വരുന്ന ആളാണ് ഉത്തമനായ രക്ഷകൻ. അപ്പോൾ ഭഗവാനെ കുറിച്ച് നമ്മൾ ഭഗവാന്റെ ജ്ഞാനം കരസ്ഥമാക്കുക വഴി ആ ദുഃഖ സമുദ്രത്തിൽ നിന്ന്, അതായത് ഭൗതികമായിട്ടുള്ള ഭവസാഗരം എന്നുള്ള ഈ കടലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ ജ്ഞാനം നമ്മളെ കരകയറ്റും എന്നാണ് പറയുന്നത്. അജ്ഞാനമാകുന്ന സമുദ്രത്തിലെ നിലയ്ക്കാത്ത ജീവിത സമരത്തിൽ നിന്ന് ഒരാളെ ക്ഷണേന രക്ഷപ്പെടുത്തുവാൻ ആ ആധ്യാത്മിക ജ്ഞാനത്തിന്
സാധിക്കും എന്നാണ് പറയുന്നത്. ഭൗതിക ലോകത്തെ ചിലപ്പോൾ അജ്ഞാന സമുദ്രമായും ചിലപ്പോൾ ആളിക്കത്തുന്ന തീയായും വിശേഷിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനമാണ് മുക്തിക്കുള്ള മാർഗം. കൃഷ്ണാവബോധം ഈ തോണി വളരെ ലളിതമാണ്, അത്ര തന്നെ ശ്രേഷ്ഠവും. നമ്മൾ പരിശീലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഭക്തിയുടെ സേവനം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, വളരെയധികം പ്രയാസങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാനെയും കൂടെ കയറ്റണം, അത്രമാത്രം. ഭഗവാനെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കണം. നമ്മുടെ എല്ലാ കർമ്മങ്ങളും ആദ്യം ഭഗവാൻ അർപ്പിച്ച് പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കണം, അത്രമാത്രമേ വ്യത്യാസം വരുത്തേണ്ടതായിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം വളരെ അധികമാണ്. അതായത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഈ ഭവസാഗരത്തിൽ നിന്ന് നമുക്ക് സ്വയം മുക്തമാകുവാനായിട്ട് ഈ ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കുന്നു. ജീവാത്മാവ്, പരമാത്മാവ്, ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തെ ഇവിടെ അഗ്നിയോട് ഉപമിച്ചിരിക്കുന്നു. പാപകർമ്മങ്ങളുടെ മാത്രമല്ല പുണ്യകർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ അഗ്നിയിൽ ചാമ്പലാകുന്നു. ഒരാൾ പൂർണ്ണ ജ്ഞാനാവസ്ഥയിൽ എത്തുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കർമ്മഫലങ്ങളും നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കർമ്മം ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കർമ്മത്തിന്റെ ഫലങ്ങൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. ചിലവ ഫലവത്തായിരിക്കുന്നു, ചിലവ ഇനിയും അടുത്തതായിട്ട് ഫലമാകാനായിട്ട് പോകുന്നു, ചിലവ ഇപ്പോൾ ബീജരൂപത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എത്രമാത്രം കർമ്മഫലങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം തന്നെ ഭഗവാനെ കുറിച്ചുള്ള ഈ ജ്ഞാനത്തിൽ ഇല്ലാതാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ ഈ കൃഷ്ണശാസ്ത്രം മനസ്സിലാക്കുകയും ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആത്മീയ ഗുരുക്കന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭഗവാൻ ഇവിടെ പറയുന്നു, നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധഃ കാലേന ആത്മനി വിന്ദതി. ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നില്ല. ഈ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിന്റെ പരിപക്വ ഫലമാണ്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ജ്ഞാനം പ്രചരിപ്പിക്കുവാൻ, ഈ ഭഗവാനെ കുറിച്ചുള്ള അറിവ്, കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുവാൻ ആൾക്കാരെ ആവശ്യമുണ്ട് എന്നാണ് ഭഗവാൻ പ്രഭുപാദ പറയുന്നത്. ഭക്തന്മാരെ ആവശ്യമുണ്ട്. കാരണം ലോകമെമ്പാടും എല്ലാ ജനങ്ങളും ക്ലേശിക്കുന്നത് ഈ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്, ഭൗതികതയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവരെയെല്ലാം ശരീരബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരുത്തുവാനും ആത്മീയ ജ്ഞാനം കൊടുക്കുവാനും വേണ്ടിയിട്ട് ഈ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഭക്തന്മാരെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പ്രഭുപാദ ഈ സമൂഹത്തെ, കൃഷ്ണാവബോധ സമിതി ഇസ്കോണിനെ, അന്താരാഷ്ട്ര കൃഷ്ണപ്രജ്ഞാ സമിതിയെ രൂപീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആത്മാർത്ഥതയുള്ള എല്ലാ ആത്മാക്കളെയും ഈ സമൂഹത്തിൽ ഈ കൃഷ്ണാവബോധത്തിൽ പങ്കാളികളാകാനും ആത്മീയ ആചാര്യനാകാനും ലോകമെമ്പാടും ഈ ശാസ്ത്രം പ്രസംഗിക്കാനും ക്ഷണിക്കുന്നു. അതായത് ഈ ലോകത്തിന് ഇങ്ങനെയുള്ള പ്രചാരകന്മാരെ ആവശ്യമുണ്ട് എന്ന് പ്രഭുപാദ പറയുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഭക്തിശാസ്ത്രി എന്നുള്ള കോഴ്സ് തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഈ ഭക്തിശാസ്ത്രിയിലൂടെ ഭഗവത്ഗീത മുതലായിട്ടുള്ള പുസ്തകങ്ങൾ, ആത്മീയ പുസ്തകങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. കാരണം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഇതേപോലെ ക്ലേശിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്കെല്ലാം ഈ ആത്മീയ ജ്ഞാനത്തിന്റെ കുറവുണ്ട്. ആ ആത്മീയ ജ്ഞാനം അവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം വളരെ വലിയ പങ്ക് വഹിക്കുന്നു. അപ്പോൾ അതിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ആത്മീയ ജ്ഞാനം ലഭിച്ച പ്രചാരകന്മാരെ ആവശ്യമുണ്ട് എന്നാണ് ഭഗവാൻ പ്രഭുപാദ പറയുന്നത്. അങ്ങനെയുള്ള ജ്ഞാനം ലഭിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം വേണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ എന്ന് പറയുന്നത് വിശ്വാസം, ഭഗവാനിൽ വിശ്വാസം. ശ്രദ്ധാശബ്ദേ വിശ്വാസ കഹേ സുദൃഢ നിശ്ചയ. കൃഷ്ണഭക്തി കൈയിലെ സർവകർമ്മ കരിഹയ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ശ്രദ്ധാശബ്ദം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അതായത് കൃഷ്ണനിൽ
ഭക്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും കടമകളും നമ്മൾ ചെയ്തു തീർത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ഈ ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി അചിരേണാധി ഗച്ഛതി. ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാന്തിയും ലഭിക്കുന്നു. പക്ഷേ വിശ്വാസമില്ലാത്തവർക്കോ അജ്ഞശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തിന പരോ നസുഖം സംശയാത്മനഃ. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിക്കുന്നു. സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല. അപ്പോൾ ധർമ്മശാസ്ത്രങ്ങളെയും ഭഗവാന്റെ ഉപദേശങ്ങളെയും സംശയദൃഷ്ടിയാ വീക്ഷിക്കുന്നവർക്ക് ഈ ഭഗവാനെ കുറിച്ചുള്ള അറിവ് കരസ്ഥമാക്കാൻ സാധ്യമേ അല്ല എന്ന് ഭഗവാൻ പറയുന്നു. ഈശ്വരനിലോ അവിടുത്തെ വചനങ്ങളിലോ വിശ്വസിക്കാത്തവർ ഈ ലോകത്തിൽ ഒരു നന്മയും കണ്ടെത്താറില്ല. പരലോകത്തിലും അങ്ങനെ തന്നെ. അവർക്കൊരിക്കലും സുഖമായിട്ട് ജീവിക്കാൻ സാധ്യമാകുന്നില്ല എന്ന്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠോതിഷ്ഠ ഭാരത. അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അജ്ഞാനം മൂലമാണ് ദേഹബോധത്തിൽ അർജുനൻ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചത്. കാരണം മറ്റുള്ളവരെയും തന്റെ ബന്ധുമിത്രാദികളായിട്ട് അർജുനൻ കാണുന്നു. ദേഹബോധത്തിലാണ് അങ്ങനെ കരുതുന്നത്. ദേഹബോധമല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനത്തിൽ നമ്മൾ ഭഗവാൻ മാത്രമാണ് നമ്മുടെ ബന്ധുവായിട്ട് കരുതുക. പക്ഷേ ദേഹബോധത്തിൽ നമ്മൾ ഭൗതിക പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ നമ്മുടേതായിട്ട് കരുതുന്നു, നമ്മുടെ സ്വന്തമായിട്ട്. നമ്മുടെ അങ്ങനെ എല്ലാം നമ്മുടെ ഉടമസ്ഥാവകാശ ബോധം നമ്മിലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇവരെന്റെ മിത്രങ്ങളാണ്, ഇവരെന്റെ സഹോദരങ്ങളാണ്, ഇവരെന്റെ അച്ഛനമ്മമാരാണ്. പക്ഷെ അതെല്ലാം തന്നെ ദേഹബോധത്തിലാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാം അജ്ഞാനത്തിലാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ അർജുനനോട് പറയുന്നു, ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് ഈ അജ്ഞാനത്തെ അറുക്കുക. അതായത് ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമ. ഭഗവാന്റെ അംശങ്ങളാണ് ഇവിടെ കാണുന്ന എല്ലാ ജീവജാലങ്ങളും. മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണ്. എല്ലാ ഭൗതിക പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ ജ്ഞാനത്താൽ യോഗനിഷ്ഠനായിട്ട് എഴുന്നേൽക്കാനാണ് ഭഗവാൻ അർജുനനോട് യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അപ്പോൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ രണ്ട് വിധത്തിലുണ്ട് എന്ന് പറയുന്നു ഇവിടെ പ്രഭുപാദം. ആധ്യാത്മിക പ്രവർത്തനങ്ങൾ രണ്ട് വിധമുണ്ട്. സ്വാത്മാവിനെ, അതായത് നമ്മളെ മൂലസ്വരൂപത്തെ അറിയാനായിട്ടുള്ളതും പരമപുരുഷനെ സംബന്ധിക്കുന്നതും. കാരണം ആധ്യാത്മികർ, ഭഗവാനും ആധ്യാത്മികനാണ്, നമ്മൾ ജീവാത്മാക്കളും ആധ്യാത്മികരാണ്. അപ്പോൾ ജീവാത്മാവിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം, പരമാത്മാവിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. പരമപുരുഷനെ സംബന്ധിക്കുന്ന സത്യം ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ മുന്നേറുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ഈ രണ്ട് വിഭാഗങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഭഗവാന്റെ വിഭിന്ന അംശമാണ് താൻ എന്ന പൂർണ്ണമായ ജ്ഞാനം അയാൾക്ക് അനായാസേന ലഭിക്കുന്നു. അങ്ങനെ ഈ ജ്ഞാനം, ഭഗവാന്റെ ഈ അധ്യായം, ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്ന ഈ അധ്യായം വളരെ പ്രയോജനകരമാണ് എന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. കൃഷ്ണാവബോധ തത്വങ്ങളെ ക്രമേണ സ്വീകരിക്കുന്നത് കൊണ്ട് അജ്ഞാനം അകറ്റാവുന്നതാണ്. അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുവാനാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇത്രയുമാണ് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കും.